നെല്ല് സംഭരണത്തിലും സംഭരണ വില വിതരണത്തിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് നെൽ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തുവാൻ BJP നിയോഗിച്ച പഠന സമിതിയുടെ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നെല്ല് സംഭരിച്ച് 48 മണിക്കൂറിനുള്ളിൽ വില നൽകണമെന്ന കേന്ദ്ര സർക്കാരുമായുള്ള കരാർ അട്ടിമറിക്കപ്പെടുകയാണ്. കേരളത്തിലെ നെൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറുകൾക്കകം അതിൻ്റെ വില കർഷകന് കൊടുക്കേണ്ടതാണ്. ആ സംഭരിക്കുന്നത് ആരായിരുന്നു? സംഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഏജൻസി ആവാം, ആരായിരുന്നു? ഗവൺമെൻറ് നേരിട്ടാവാം, ആരായിരുന്നു? 48 മണിക്കൂറുകൾക്കകം കർഷകർക്ക് അത് കൊടുത്തിരിക്കണം. പക്ഷേ ധാരണാപത്രം അത് പൂർത്തിവെച്ചിരിക്കുകയായിരുന്നു. ആരും അറിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം കേന്ദ്ര ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രിയുമായിട്ട് വളരെ ഗൗരവമായി കാര്യം. അദ്ദേഹം ഫയലെല്ലാം എടുപ്പിച്ചതിന് ശേഷം ഈ ധാരണാപത്രം കൽപ്പിച്ചു. ഇങ്ങനെയൊന്നും ഉണ്ടല്ലോ, മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇത് പാലിക്കുന്നുണ്ട്, അവിടെയെല്ലാം വളരെ പെട്ടെന്ന് പണം കൊടുക്കുന്നുണ്ട്.